എന്താണ് റഹീമിന് സംഭവിച്ചത്? വർഷം 2006. അന്ന് സൗദിയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് റഹീം. വധശിക്ഷയ്ക്ക് കാരണമായ സംഭവം നടന്ന ദിവസം. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവിക്കുന്ന സൗദി ബാലനെ തൻ്റെ കാറിൽ കൊണ്ടുപോവുകയായിരുന്നു റഹീം. സിഗ്നലുകൾ കട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പിന്നിലിരിക്കുന്ന കുട്ടി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അത് തടയാൻ ശ്രമിക്കുന്നതിനിടെ മെഡിക്കൽ ഉപകരണം ഊരിപ്പോവുകയും അത് കുട്ടിയുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. വധശിക്ഷയിൽ നിന്ന് റഹീമിനെ ഒഴിവാക്കി മോചിപ്പിക്കാൻ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് 1.5 കോടി സൗദി റിയാലാണ്. 350 ലക്ഷം മലയാളികളിൽ നിന്ന് സന്മനസ്സുള്ള ആളുകൾ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ജീവിക്കും. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷേ ഈ ആപ്പിലൂടെ പണം അയച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും പണം അയച്ച ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ വിവരങ്ങളും ഈ ആപ്പിലൂടെ ലൈവായി കാണാം. യൂസുഫ് അലിയും മമ്മൂട്ടിയുമൊക്കെ സഹായിച്ചോളും എന്ന് കരുതി നിങ്ങൾ സഹായിക്കാതിരിക്കേണ്ടതില്ല.